ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലയ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ശ്രീ ഭഗവത്ഗീത അധ്യായം 14 ശ്ലോകം 20. നമ്മൾ ത്രിഗുണങ്ങളെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ത്രിഗുണങ്ങളുടെ പ്രഭാവങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. ഇനി നമ്മളിപ്പോൾ 19ാമത്തെ ശ്ലോകത്തിൽ എന്താണ് കണ്ടത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? 19 എന്ത് പറഞ്ഞു? ത്രിഗുണങ്ങളുടെ സ്വാധീനത്തിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഇതറിയുന്നവൻ ഭഗവാൻ എന്നെ പ്രാപിക്കും. ഭഗവദ്ധാമത്തിലേക്ക്. ഓക്കെ, അതായത് എങ്ങനെയാണോ നാന്യം ഗുണേഭ്യ കർത്താരം, അതല്ലേ ശ്ലോകം? യെസ്. ആ ശ്ലോകത്തിൽ പറയുന്നു ഗുണങ്ങളാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നവർ. ഗുണേഭ്യാശ്ച പരം വേത്തി മദ്ഭാവം സോ അധിഗച്ഛതി. അപ്പോൾ ഈ ത്രിഗുണങ്ങളാണ് ഇവിടെ കർത്ത എന്നുള്ളത്. കർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലേ? ത്രിഗുണങ്ങൾ കാരണമാണ് ഇവിടെ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നത്, ഗുണങ്ങളുടെ പ്രഭാവത്തിലാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ഗുണേഭ്യാശ്ച പരം വേത്തി മദ്ഭാവം സോ അധിഗച്ഛതി. ഭഗവാൻ പറയുന്നു മദ്ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പരംധാമത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭാവം നമുക്കും ലഭിക്കുമെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ സ്പിരിച്വൽ നേച്ചർ നമുക്കും കിട്ടുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഭൗതിക ലോകം വിട്ട് നമുക്ക് പോകാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ശ്ലോകം, അല്ലെങ്കിൽ 19ാമത്തെ ശ്ലോകം മുതൽ ഇനി നമ്മൾ 27ാമത്തെ ശ്ലോകം വരെ ഗുണാതീതനെ കുറിച്ചാണ്. അതായത് എങ്ങനെയാണ് ഗുണാതീതനാവാൻ സാധിക്കുന്നത്, അതായത് ത്രിഗുണങ്ങളെ നമുക്ക് എങ്ങനെ തരണം ചെയ്യാൻ പറ്റും, ഇതാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അതിനു മുമ്പുള്ള സെക്ഷനിൽ നമ്മൾ ഗുണങ്ങളുടെ പ്രഭാവങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഗുണങ്ങൾ എങ്ങനെയാണ് നമ്മളിവിടെ ബന്ധിപ്പിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് പറഞ്ഞു. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു, അല്ലേ? പിന്നെ ത്രിഗുണങ്ങളുടെ റിസൾട്ട് എന്താണ്, അതായത് സത്വഗുണത്തിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന റിസൾട്ട് എന്താണ്, രജോ ഗുണത്തിൽ നമ്മൾ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണ്, ഇതെല്ലാം നമ്മൾ കണ്ടു. പിന്നെയും നമ്മൾ വേറെയും കണ്ടു, അതായത് ഗുണങ്ങൾ മൂലം നമുക്ക് മരണത്തിന് ശേഷം എന്ത് സംഭവിക്കും എന്നുള്ളത്. അതായത് സത്വഗുണത്തിൽ ഒരാൾ ശരീരം വിടുന്ന സമയത്ത് അവർക്ക് എവിടെ പോകാൻ സാധിക്കും, അല്ലെങ്കിൽ രജോ ഗുണം കൂടുതൽ ഉണ്ടായിരുന്ന വ്യക്തിക്ക് അദ്ദേഹം ശരീരം വിടുമ്പോൾ അദ്ദേഹം എവിടെ പോകുന്നു, അല്ലെങ്കിൽ എവിടെയായിരിക്കും ജന്മം എടുക്കുന്നത് എന്നുള്ളത്, ഈ ഒരു കാര്യവും നമ്മൾ കണ്ടു. ഇനി അവസാനത്തെ സെക്ഷനിൽ ഭഗവാൻ പറഞ്ഞു ഗുണങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് അദ്ദേഹം പറഞ്ഞതിന് ശേഷം ഇനി ഗുണാതീതൻ എങ്ങനെയാവാൻ പറ്റും എന്നുള്ളതാണ് ആക്ച്വലി 19ാമത്തെ ശ്ലോകം മുതൽ പറയുന്നത്. അപ്പോൾ 19ാമത്തെ ശ്ലോകം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. 20ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. ഗുണാതീതനാവുന്നതിനെ സംബന്ധിച്ച് ഭഗവാൻ ഇവിടെ ഇനി പറയുന്നു. ഗുണാൻ ഏതാൻ അതിത്യാത്രിൻ ദേഹി ദേഹാ സമുദ്ഭവാൻ ജന്മ മൃത്യുജരാ ദുഃഖൈർ വിമുക്തോ മൃതമശ്നുതേ. ഹരേ കൃഷ്ണ. ഗുണാനേത്യാനദീത്യത്രീൻ ദേഹി ദേഹസമുദ്ഭവാൻ ജന്മ മൃത്യുജരാ ദുഃഖൈർ വിമുക്തോ മൃതമശ്നുതേ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭു. ഓ നമോ ഭഗവതേ വസുദേവായ. ഗുണാനേതാനതീത്യത്രീൻ ദേഹി ദേഹ സമുദ്ഭവാൻ ജന്മ മൃത്യുജരാ ദുഃഖൈർ വിമുക്തോ മൃതമശ്നുതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗുണാനേതാനതീത്യത്രീൻ ദേഹി ദേഹസമുദ്ഭവാൻ ജന്മ മൃത്യുജരാ ദുഃഖൈർ വിമുക്തോ അമൃതമശ്നുതേ. കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 20. ഗുണാനേതാനതീത്രീൻ ദേഹി ദേഹസമുദ്ഭവാൻ ജന്മ മൃത്യുജരാ ദുഃഖൈർ വിമുക്തോ അമൃതമശ്നുതേ. ഹരേ കൃഷ്ണ. ഗുണാനേതാനതീത്യത്രീൻ ദേഹി ദേഹസമുദ്ഭവാൻ ജന്മ മൃത്യുജരാ ദുഃഖൈർ വിമുക്തോ അമൃതമശ്നുതേ. ഹരേ കൃഷ്ണ. ഓക്കെ, വിവർത്തനം ഭാവാർത്ഥം വായിക്കാമനി.
ഹരേ കൃഷ്ണ പ്രഭുജി. വിവർത്തനം and ഭാവാർത്ഥം by ശ്രീല പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ. ശരീര സംബന്ധികളായ ഈ മൂന്ന് ഗുണങ്ങളെയും അതിക്രമിക്കാൻ സാധിച്ചാൽ ശരീരസ്ഥനായ ജീവന് ജനനം, മരണം, വാർദ്ധക്യം മുതലായ ക്ലേശങ്ങളിൽ നിന്ന് മുക്തനായി ഈ ജീവിതത്തിൽ തന്നെ അമൃതം ആസ്വദിക്കാം. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം: ഈ ശരീരത്തിൽ തന്നെ തികഞ്ഞ കൃഷ്ണാവബോധത്തോടെ അതീന്ദ്രിയാവസ്ഥയിൽ ജീവിക്കാൻ എങ്ങനെ കഴിയുമെന്ന് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നു. ദേഹി എന്ന വാക്കിന് ശരീരത്തോട് കൂടിയ എന്നർത്ഥം. ഭൗതിക ശരീരസ്ഥനാണെങ്കിലും ആധ്യാത്മിക ജ്ഞാനം വളർത്തിയെടുക്കുന്നവന് ത്രിഗുണങ്ങളുടെ സ്വാധീനതയിൽ നിന്ന് മുക്തനാകാം. ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ആധ്യാത്മിക ജീവിതത്തിലെ ആനന്ദം അയാൾക്ക് അനുഭവിക്കുകയും ചെയ്യാം. ഈ ദേഹം ത്യജിച്ച ഉടനെ പരവ്യോമത്തിലേക്കാണല്ലോ അയാൾ പോകുന്നത്. ഈ ശരീരത്തിലായിരിക്കുമ്പോൾ തന്നെ അയാൾക്ക് ആധ്യാത്മികാനന്ദം അനുഭവിക്കാൻ കഴിയും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കൃഷ്ണബോധപൂർവം അനുഷ്ഠിക്കുന്ന ഭക്തിയുത സേവനം ഭൗതിക ബന്ധനങ്ങളിൽ നിന്നുള്ള മുക്തിയുടെ ലക്ഷണമത്രേ. 18-ാം അധ്യായത്തിൽ ഇതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. ത്രിഗുണങ്ങളുടെ സ്വാധീനത വലയം ഭേദിച്ചു കഴിഞ്ഞാലാണ് മനുഷ്യൻ ഭക്തിനിഷ്ഠമായ സേവനത്തിൽ തൽപരനാകുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഈ ശ്ലോകത്തിൽ പറയുന്നു, ഈ ഒരു ഗുണങ്ങളുടെ പ്രഭാവത്തിൽ നിന്ന് നമ്മളെങ്ങനെ അതീതനാവാൻ സാധിക്കും, ഗുണാതീതനാവാൻ സാധിക്കും എന്നുള്ളത്. എങ്ങനെയാണ്, എന്താണ് പറയുന്നത്? അങ്ങനെ ഗുണാതീതനായിക്കഴിഞ്ഞാൽ എന്താ പറയുന്നത്? നമുക്ക് ഗുണാതീതനാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗുണങ്ങൾ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത് ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ, അല്ലേ? ഭൗതിക ശരീരത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ, ഭൗതിക ലോകത്തിലിരിക്കുന്ന കാലത്ത് ഈ ഗുണങ്ങളുടെ പ്രഭാവം നമുക്കുണ്ട്, അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ദേഹി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ദേഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം, ഈ ഭൗതിക ശരീരത്തോടു കൂടി ഇരിക്കുന്ന ആളുകളുടെ അവസ്ഥയാണ് പറയുന്നത്. നമ്മളെല്ലാവരും അങ്ങനെയുള്ളവർക്ക് ഈ ഗുണങ്ങളെ തരണം ചെയ്യുകയാണെങ്കിൽ ജന്മ, മൃത്യു, ജരാവ്യാധി ദുഃഖങ്ങൾ അതിൽ നിന്ന് അവർക്ക് മുക്തരാവാൻ സാധിക്കും. മാത്രമല്ല അവർക്ക് അമൃത്, എന്താ പറയുന്നത്? വിമുക്തോ അമൃതം അശ്നുതേ. അമൃത് അവർക്ക് അവരുടെ ജീവിതത്തിൽ വരുന്ന ഉദ്ദേശിക്കുന്നത് എന്താണ്? അവർക്ക് സന്തോഷം. അതായത് ഈ ദുഃഖങ്ങളും ജന്മമൃത്യു ജരാവ്യാധി എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ പോയതിന് ശേഷം പിന്നെ നമുക്ക് സുഖങ്ങളാണ്, അല്ലെങ്കിൽ ആനന്ദമാണ് വരുന്നത് ജീവിതത്തിൽ. അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിന് സാധിക്കും. അപ്പോൾ ഗുണങ്ങളെ തരണം ചെയ്യുക എന്നുള്ളതാണ്. ഇനി എങ്ങനെ ഗുണങ്ങളെ തരണം ചെയ്യുമെന്നുള്ളത് മുന്നോട്ട് പറയുന്നുണ്ട്. പ്രഭുപാദി പറയുന്നു, കൃഷ്ണാവബോധമാണ്. കൃഷ്ണാവബോധത്തിലൂടെ ഭക്തിയുത സേവനങ്ങളിലൂടെയാണ് നമുക്ക് ഈ ഗുണങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഗുണങ്ങളുടെ പ്രഭാവത്തിലിരിക്കുന്നവരാണ്. തീർച്ചയായിട്ടും ഈ ഗുണങ്ങൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഭക്തിയുത സേവനങ്ങൾ നമ്മളും ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്നാൽ കൂട്ടത്തിൽ ഈ ഗുണങ്ങളും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല. അത് പലവർക്കും പല രീതിയിലായിരിക്കും. നമ്മുടെ പൂർവ്വജന്മങ്ങളിലെ, അല്ലെങ്കിൽ പൂർവ്വജന്മം ആവണമെന്നില്ല, ഈവൻ ഈ ജന്മത്തിലെ തന്നെ പൂർവ്വ സംസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും അത് നമ്മുടെ ലൈഫിൽ, അല്ലെങ്കിൽ ഭക്തി സേവനങ്ങൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും ഇടയ്ക്ക് ചിലപ്പോൾ എന്തെങ്കിലും സാഹചര്യങ്ങൾ വരുമ്പോൾ അത് നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കും, അല്ലെങ്കിൽ ഓർക്കും, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മുടെ ഉള്ളിൽ കടന്നു വരും. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വിചാരിച്ചാൽ നമ്മൾ ഇപ്പോഴും ഈ ഒരു ഗുണങ്ങളുടെ അധീനതയിലാണ് എന്നുള്ളത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഭഗവാൻ. അപ്പോൾ ഇന്ദ്രിയങ്ങൾ ചിലപ്പോൾ എജിറ്റേറ്റ് ആവും, അല്ലെങ്കിൽ പല ചിന്തകൾ വരും, മോശമായിട്ടുള്ള ചിന്തകളോ അല്ലെങ്കിൽ പലതും എന്തു വേണമെങ്കിൽ ആവാം. ഇതെല്ലാം നമ്മുടെ കർമ്മങ്ങൾ അല്ലെങ്കിൽ പൂർവ്വ സംസ്കാരത്തിൻ്റെ ഫലങ്ങളാണ്. അത്രമാത്രം ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു, അതുകൊണ്ട് നമ്മുടെ സ്വഭാവമായി മാറിയത്. അതാണ് പൂർവ്വ സംസ്കാരം എന്ന് പറഞ്ഞാൽ. സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സ്വഭാവമായി മാറുന്നു, ഹാബിറ്റായി മാറുന്നു, അല്ലേ? അങ്ങനെയാണ് എല്ലാവിധ
കാര്യങ്ങളും നമ്മൾക്ക് ഇതുവരെ സംഭവിച്ചിട്ടുള്ളത്. ആ സംസ്കാരങ്ങൾ, ഒരുപാട് സംസ്കാരങ്ങൾ നമുക്കുണ്ട്. അതെല്ലാം കൊണ്ടൊന്ന് നമ്മൾ അതിൽ ഞാൻ പോസിറ്റീവായിട്ടുള്ളതല്ല പറയും, നെഗറ്റീവായിട്ടുള്ള മോശമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ യമനിയമങ്ങൾക്ക് തെറ്റിക്കുന്ന കാര്യങ്ങളൊക്കെ, അതൊക്കെ ഇപ്പോൾ ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ കഴിഞ്ഞ ജന്മങ്ങളിലോ അല്ലെങ്കിൽ ഇതിൽ വരുന്നേക്കാൾ മുമ്പ് ഈ ജന്മത്തിലോ എപ്പോഴെങ്കിലും ഒക്കെ ചെയ്തിട്ടുള്ള സംസ്കാരം, അല്ലെങ്കിൽ ആ ചെയ്തിട്ടുള്ളത് കൊണ്ട് ആ സംസ്കാരങ്ങൾ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും. അതെത്രമാത്രം നമ്മൾ അതിൽ പെട്ടിട്ടുണ്ടോ അതനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ ഒരു വ്യാപ്തി, അതിൻ്റെ ഡെപ്ത്. സംസ്കാരങ്ങൾ അങ്ങനെ പോവുക, നമ്മുടെ ഉള്ളിൽ നിന്ന് പോവുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ അതിനുള്ള ഒരേ ഒരു സൊല്യൂഷൻ എന്താണ്? ഭക്തി സേവനങ്ങളും നാമജപവും തന്നെയാണ്. അതിലല്ലാതെ വേറെ സൊല്യൂഷൻ ഒന്നുമില്ല. അപ്പോൾ അത് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വരും. ചിലപ്പോൾ ചിന്തകളായിരിക്കും, ചിന്തകളിലൂടെയാണ് കൂടുതലും വരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ആയിക്കോട്ടെ, സാരമില്ല, അതിനെ നമ്മൾ മാറ്റിവെക്കുക. എന്നിട്ട് ധൈര്യപൂർവ്വം ഒരു യോദ്ധാവ് എങ്ങനെയാണോ യുദ്ധത്തിൽ നിൽക്കുന്നത്, അതേപോലെ നമ്മളും ധൈര്യപൂർവ്വം നിൽക്കണം. അതേപോലെ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരാം. പല രീതിയിലും മായ നമ്മളെ ടെസ്റ്റ് ചെയ്യും. പക്ഷെ അതിലൊന്നും വീഴാതെ നമ്മൾ ധൈര്യപൂർവ്വം നിൽക്കണമെങ്കിൽ ഭഗവാനെ ശരണം പ്രാപിക്കണം, അല്ലാതെ മാർഗമില്ല. ഭഗവാനെ ശരണം പ്രാപിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും അദ്ദേഹത്തെ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പലതും നമ്മളെ എഫക്റ്റ് ചെയ്യാൻ നോക്കും. പക്ഷേ ഒന്നും സംഭവിക്കാതെ ആ ഒരു ഭഗവാന്റെ സംരക്ഷണ വലയത്തിൽ നമ്മൾ ഇരിക്കും. അപ്പോൾ അതാണ് ഒരേ ഒരു മാർഗം. അതുകൊണ്ട് എളുപ്പമല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ത്രിഗുണങ്ങളെ അതിജീവിക്കുക എന്ന് പറയുന്നത്. അതിൽ കാമക്രോധ മോഹ മത മത്സര്യ എല്ലാ അനർത്ഥങ്ങളും ഇതിൽ വരുന്നു. അപ്പോൾ പല രീതിയിലായിരിക്കും നമുക്ക് അനർത്ഥങ്ങളുള്ളത്, പല അനർത്ഥങ്ങളായിരിക്കും നമുക്കുള്ളത്. അപ്പോൾ ഇതെല്ലാം മാറണം, തീർച്ചയായിട്ടും ഗുണാതീതനാവണം, തീർച്ചയായിട്ടും. എന്നാലേ നമുക്ക് ഭഗവദ്ധാമത്തിലേക്ക് പ്രവേശനമുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ ഭക്തി സേവനങ്ങൾ മാത്രമാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ശ്ലോകത്തിൽ എന്ത് പറയുന്നു നോക്കാം. അർജുനോവാച, അർജുനൻ ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നു. വീണ്ടും കൈർലിംഗേ സ്ത്രീഗുണാൻ ഏതാൻ അതീതോ ഭവതി പ്രഭോ കിം ആചാര കഥം ചൈതാം സ്ത്രീൻഗുണാൻ അതിവർത്തത്തെ. ഹരേ കൃഷ്ണ പ്രഭു. നമോ ഭഗവതേ വാസുദേവായ. അർജുന ഉവാച കൈർലിംഗൈ സ്ത്രീൻ ഗുണാനേതാനതീതോ ഭവതി പ്രഭോ കിമാചാര കഥം ചൈതാം സ്ത്രീൻ ഗുണാനതിവർത്തതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. അർജുന ഉവാച കൈർലിംഗൈ സ്ത്രീൻ ഗുണാനേതാനതീതോ ഭവതി പ്രഭോ കിമാചാര കഥം ചൈതാം ചൈതാഃ സ്ത്രീൻ ഗുണാനതിവർത്തതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 21. അർജുന ഉവാച കൈർലിംഗസ്ത്രീൻ ഗുണാനേതാൻ അതീതോ ഭവതി പ്രഭോ കിമാചാര കഥം ചൈതാം സ്ത്രീൻ ഗുണാനതിവർത്തതേ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അർജുന ഉവാച കൈർലിംഗേ സ്ത്രീൻ ഗുണാൻ ഏതാൻ അതീതോ ഭവതി പ്രഭോ കിമാചാര കഥം ചൈതാൻ സ്ത്രീൻ ഗുണാൻ അതിവർത്തതേ. വിവർത്തനം ഭാവാർത്ഥം വായിക്കൂ. കൃഷ്ണ. അർജുന ഉവാച കൈർലിംഗേ സ്ത്രീൻ ഗുണാൻ ഏതാൻ അതീതോ ഭവതി പ്രഭോ കിമാചാര കഥം ചൈതാം സ്ത്രീൻ ഗുണാനതിവർത്തതേ. വിവർത്തനം ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കീ ജയ്. അർജുനൻ ചോദിച്ചു, പ്രഭു, ത്രിഗുണങ്ങളെ അതിക്രമിച്ച വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാം? എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ പെരുമാറ്റം? അയാൾ എങ്ങനെ ഈ പ്രകൃതി ഗുണങ്ങളെ അതിക്രമിക്കുന്നു? ഭാവാർത്ഥം. ഈ ശ്ലോകത്തിലെ അർജുനന്റെ ചോദ്യങ്ങൾ സമുചിതങ്ങളാണ്. ഗുണാതീതനായ ഒരു വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് അദ്ദേഹത്തിന് അറിയണം. അങ്ങനെയുള്ള ഒരു ഇന്ദ്രിയാതീതനായ വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാമെന്നാണ് ആദ്യമായി അദ്ദേഹം ചോദിക്കുന്നത്. ഒരാൾ ത്രിഗുണങ്ങളുടെ സ്വാധീന ശക്തിക്ക് അതീതനാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? അയാളുടെ ജീവിതവും പ്രവൃത്തികളും എങ്ങനെയായിരിക്കും? അവ നിയന്ത്രിതങ്ങളോ അല്ലയോ എന്നതാണ് അടുത്ത ചോദ്യം. ഒടുവിൽ അതീന്ദ്രിയ ഭാവം പ്രാപിക്കാനുള്ള ഉപായങ്ങൾ എന്തെന്നും ചോദിക്കുന്നു. സുപ്രധാനമായ ഒന്നാണത്.
സദാ അതീന്ദ്രിയാവസ്ഥയിൽ സ്ഥിതി ചെയ്യാൻ വേണ്ടുന്ന ഋജുവായ ഒരു ഉപായം അറിയാത്തവരിൽ ഈ ലക്ഷണങ്ങൾ വെളിപ്പെടാനിടയില്ല. അർജുനന്റെ പ്രാധാന്യമേറിയ ഈ ചോദ്യങ്ങൾക്ക് ശ്രീ ഭഗവാൻ മറുപടി പറയുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ അർജുനൻ ചോദ്യം ചോദിക്കുന്നു. ഇതേപോലുള്ള ചോദ്യം എവിടെയെങ്കിലും നേരത്തെ കണ്ടിട്ടുണ്ടോ? ഓർമ്മ വരുന്നുണ്ടോ? ഇവിടെ അർജുനൻ ഒരു ഭക്തന്റെ ലക്ഷണം മറ്റോ, ബ്രാഹ്മണന്റെ ലക്ഷണം മറ്റോ ഒന്നുണ്ട്. എന്തോ കണ്ടല്ല. ഏത് അധ്യായത്തിലാണ് എന്നുള്ളതാണ് ചോദ്യം. ഏത് അധ്യായമാണ്? എന്തായിരുന്നു വിഷയം? യെസ്, ആർക്കും ഓർമ്മയില്ലേ? ഭഗവത്ഗീത 14 അധ്യായങ്ങൾ ഇവിടെ മാത്രമല്ല, ഒരുപാട് നിങ്ങളെല്ലാവരും ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നവരാണ്. അതായത് പല പല സ്ഥലങ്ങളിൽ നിന്നും ക്ലാസ്സുകൾ കേൾക്കുന്നവരാണ്. എല്ലാവർക്കും എല്ലാം അറിയാം. അറിയാത്തതായിട്ട് 13-ാമത്തെ അധ്യായല്ലേ? ആ 13-ാമത്തെ പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞനല്ലേ? ഓക്കെ, അത് ഓക്കെ. സ്ഥിതപ്രജ്ഞനാണോ പ്രഭു? സ്ഥിതപ്രജ്ഞന്റെ ചോദിക്കുന്നത് ആ, സ്ഥിതപ്രജ്ഞൻ. കറക്റ്റ്. സ്ഥിതപ്രജ്ഞനെ കുറിച്ച് 2-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ ചോദിക്കുന്നുണ്ട്. 2-ാമത്തെ അധ്യായത്തിലെ 54-ാമത്തെ ശ്ലോകത്തിൽ അവിടുത്തെ ചോദ്യങ്ങളും ഇതേപോലെ തന്നെയാണ്. സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അതേപോലെ സെയിം ക്വസ്റ്റ്യൻ ആണ് ഇവിടെയും. ഗുണാതീതൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അവിടെ ചോദിക്കുന്നു സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണങ്ങൾ എന്താണ്? കാ ഭാഷ, കിം പ്രഭാഷേത, കിം ആസീത, കിം വ്രജേത. ഓർമ്മയുണ്ടോയെന്നറിയില്ല. 2nd ചാപ്റ്റർ, 2-ാമത്തെ അധ്യായം. അതായത് എന്തൊക്കെയാണ് സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണങ്ങൾ, അതേപോലെ അവരെങ്ങനെയാണ് സംസാരിക്കുന്നത്. എങ്ങനെയാണ് സംസാരിക്കുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് ആരെങ്കിലും അവരെ സ്തുതിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും അവരെ ക്രിട്ടിസൈസ് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് അവരെങ്ങനെയായിരിക്കും അതിനെ റെസ്പോണ്ട് ചെയ്യുന്നത്, എങ്ങനെയായിരിക്കും അവർ അതിനെ എടുത്ത് പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും. കിം ആസീത, എങ്ങനെയാണ് അവരിയ്ക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ ഇരിക്കുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇന്ദ്രിയങ്ങളെ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് അതാണ് ചോദിക്കുന്നത്. കിം വ്രജേത. കിം വ്രജേത എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ വസ്തുക്കളോ അവരെങ്ങനെയാണ് നേരിടുന്നത്. അങ്ങനെ ഉള്ള ചോദ്യങ്ങളാണ് 2-ാമത്തെ ചാപ്റ്ററിൽ ചോദിക്കുന്നത്. സിമിലർ ആയിട്ടുള്ള അതേപോലെയുള്ള ചോദ്യങ്ങളാണ് ഇവിടെ അർജുനൻ ചോദിക്കുന്നത്. അതായത് ഗുണാതീതൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഗുണാതീതൻ്റെ പെരുമാറ്റം എങ്ങനെയാണ്. ഇനി ഈ ഒരു ഗുണാതീതവനാവാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ഭൗതിക പ്രകൃതിയിലുള്ള ത്രിഗുണങ്ങളെ അതിജീവിക്കാനുള്ള മാർഗം എന്താണ്. അങ്ങനെ 3 ചോദ്യങ്ങളാണ് അർജുനൻ ഇവിടെ ചോദിക്കുന്നത്. എന്തൊക്കെയാണ് ചോദിക്കുന്നത്? ഗുണാതീതൻ്റെ ലക്ഷണങ്ങൾ, അവരുടെ പെരുമാറ്റം, എങ്ങനെയാണ് അവർ ബിഹേവ് ചെയ്യുന്നത്. 3-ാമത്തെ ഈ ഒരു ത്രിഗുണങ്ങളെ മറികടക്കാൻ വേണ്ടി എന്താണ് മാർഗം, എന്താണ് അതിനുള്ള പ്രോസസ്സ്, എന്താണ് അതിനുള്ള മാർഗം എന്നാണ് ചോദിക്കുന്നത്. അതിനുള്ള ഉത്തരമാണ് ഇനി ഭഗവാൻ 22 മുതൽ അടുത്ത ശ്ലോകം മുതൽ 26-ാമത്തെ ശ്ലോകം വരെ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഭാഗം 22-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഗുണാതീതൻ്റെ ലക്ഷണങ്ങൾ എന്നുള്ളത്. പിന്നെ 23, 24, 25 അവരുടെ പെരുമാറ്റത്തെക്കുറിച്ച് പറയുന്നു. 26-ൽ അദ്ദേഹം പറയുന്നു എങ്ങനെ ഇത് മറികടക്കാം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം അടുത്ത ശ്ലോകം 22. ശ്രീ ഭഗവാനുവാച പ്രകാശം ച പ്രവൃത്തിം ച മോഹം ഏവ ച പാണ്ഡവ ന ദ്വേഷ്ടി സംപ്രവൃത്താനി നാനിവൃത്താനി കാംക്ഷതി ഉദാസീനവദാസീനോ ഗുണൈര്യോ ന വിചാല്യത്തെ ഗുണാ വർത്തന്ത ഇത്യേവം യോ വിത്തിഷ്ഠതി ജ്ഞേങ്കത്തെ സമദുഃഖസുഖാസ്വസ്ഥ സമലോഷ്ടാശ്മ കാഞ്ചന തുല്യപ്രിയാ പ്രിയാധീരസ്തുല്യനിന്ദാത്മസംസ്തുതിഃ മാനാപമാനയോസ്തുല്യസ്തുല്യോ മിത്രാരിപക്ഷയോ
സർവാരംഭാ പരിത്യാഗി ഗുണാതീതാ സ ഉച്യത്തെ. അതിമനോഹരം. യെസ്, ശ്ലോകം വായിക്കാം. ഹരേ കൃഷ്ണ പ്രഭുജി. കൃഷ്ണ. ശ്രീഭഗവാനുവാച പ്രകാശം ച പ്രവൃത്തിം ച മോഹമേവ ച പാണ്ഡവ ന ദ്വേഷ്ടി സംപ്രവൃത്താനി ന നിർവൃത്താനി കാംക്ഷതി ഉദാസീനാവദാസീനോ ഗുണൈര്യോ ന വിചാല്യത്തെ ഗുണാ വർത്തന്ത ഇത്യേവം യോ വതിഷ്ഠതി നേംഗതേ സമദുഃഖസുഖസ്വസ്ഥ സമലോഷ്ടാശ്മ കാഞ്ചന തുല്യപ്രിയാ പ്രിയോ ധീര തുല്യനിന്ദാത്മസംസ്തുതി മാനാപമാനയോസ്തുല്യ തുല്യോ മിത്രാരിപക്ഷയോ സർവാരംഭപരിത്യാഗി ഗുണാതീത സ ഉച്യത്തെ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ശ്ലോകം 22. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഭഗവാനുവാച പ്രകാശം ച പ്രവൃത്തിം ച മോഹമേവ ച പാണ്ഡവ ന ദ്വേഷ്ടി സംപ്രവൃത്താനി ന നിവൃത്താനി കാംക്ഷതി. ശ്ലോകം 23. ഉദാസീനവദാസീനോ ഗുണൈര്യോ ന വിചാല്യത്തെ ഗുണം ഗുണാവർത്തന്ത ഇത്യേവം യോ അവതിഷ്ഠതി നേംഗതേ സമദുഃഖസുഖസ്വസ്ഥഃ സമലോഷ്ടാശ്മ കാഞ്ചനഃ തുല്യപ്രിയ പ്രിയോ ധീരഃ തുല്യനിന്ദാത്മസംസ്തുതിഃ മാനാപമാനയോ തുല്യഃ തുല്യോ മിത്രാരിപക്ഷയോഃ സർവാരംഭ പരിത്യാഗി ഗുണാതീത സ ഉച്യത്തെ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓക്കെ, ഒരാൾക്കും കൂടെ വായിച്ച് പിന്നീട് ഭാവാർത്ഥം വായിക്കൂ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഭഗവാനുവാച പ്രകാശം ച പ്രവൃത്തിം ച മോഹമേവ ച പാണ്ഡവ ന ദ്വേഷ്ടി സംപ്രവൃത്താനി ന നിവൃത്താനി കാംക്ഷതി ഉദാസീനവദാസീനോ ഗുണൈര്യോ ന വിചാല്യത്തെ ഗുണാവർത്തന്ത ഇത്യേവം യോ വതിഷ്ഠതി നേംഗതേ സമദുഃഖസുഖസ്വസ്ഥ സമലോഷ്ടാശ്മ കാഞ്ചനഃ തുല്യപ്രിയാ പ്രിയോ ധീര തുല്യനിന്ദാത്മസംസ്തുതി മാനാപമാനയോസ്തുല്യോ മിത്രാരിപക്ഷയോ സർവാരംഭ പരിത്യാഗി ഗുണാതീത സ ഉച്യത്തെ. ഹരേ കൃഷ്ണ. താങ്ക് യു. വിവർത്തനം ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം. എസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഹേ പാണ്ഡുപുത്ര, പ്രകാശത്തിന്റെയോ ആസക്തിയുടെയോ വ്യാമോഹത്തിന്റെയോ സാന്നിധ്യത്തിൽ ആർക്ക് വെറുപ്പുണ്ടാകുന്നില്ലയോ, അവയുടെ അസാന്നിധ്യത്തിൽ അത് വേണമെന്ന ആഗ്രഹം ഉണ്ടാകുന്നില്ലയോ, പ്രകൃതി ഗുണങ്ങൾ ഉളവാക്കുന്ന പ്രതികരണങ്ങളിൽ ആര് പ്രക്ഷുബ്ധനാകാതെ ഇരിക്കുന്നുവോ, പ്രകൃതി ഗുണങ്ങളാണ് പ്രവർത്തന നിരതങ്ങളായിരിക്കുന്നതെന്ന് മനസ്സിലാക്കി ഉദാസീനനും അവയ്ക്കതീതനും ആയിരിക്കുന്നുവോ, ആത്മനിഷ്ഠനായി സുഖദുഃഖങ്ങളെ തുല്യനിലയിൽ കാണുന്നുവോ, ആരുടെ ദൃഷ്ടിയിൽ മൺകട്ടയും കല്ലും പൊന്നും അല്ലയോ, ആർക്ക് പ്രിയമായോ അപ്രിയമായോ യാതൊന്നുമില്ലയോ, ധീരനും നിന്ദകളിലും സ്തുതികളിലും മാനത്തിലും അപമാനത്തിലും സമചിത്തനും ശത്രുമിത്രഭേദമില്ലാത്തവനും നിരുദ്യമനും ആയ ആ വ്യക്തിയെ ഗുണാതീതനെന്ന് പറയാം. ഭാവാർത്ഥം. അർജുനന്റെ 3 ചോദ്യങ്ങൾക്ക് ഭഗവാൻ ഈ ശ്ലോകങ്ങളിലൂടെ മറുപടി നൽകുന്നു. അതീന്ദ്രിയാവസ്ഥയിലെത്തിയ ഒരാളിൽ ഈർഷയ്ക്കിടമില്ലെന്നും അയാൾക്ക് യാതൊന്നിലും തൃഷ്ണയുണ്ടാവില്ലെന്നുമാണ് കൃഷ്ണൻ ആദ്യമേ സൂചിപ്പിക്കുന്നത്. ഭൗതിക ലോകത്തിൽ ശരീരസ്ഥനായിരിക്കെ ജീവസത്തയ്ക്ക് ഏതെങ്കിലും ഒരു പ്രകൃതി ഗുണത്തിന് അധീനനായേ കഴിയൂ എന്ന് ധരിക്കണം. ശരീരം ത്യജിച്ചാൽ ഈ പ്രകൃതി ഗുണങ്ങളുടെ പിടിയിൽ നിന്ന് മുക്തനാകാം. എന്നാൽ ശരീരസ്ഥനായ നിലയിൽ അയാൾക്ക് ഉദാസീനതയാണ് അനുയോജ്യം. തനിക്ക് ഭൗതിക ശരീരവുമായുള്ള താതാത്മ്യം ഓർമ്മയിലെത്താത്ത വിധം അയാൾ ഭക്തിയുത ഭഗവത് സേവനത്തിൽ മുഴുകണം. ശാരീരിക ബോധമുണ്ടായാൽ മനുഷ്യൻ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. എന്നാൽ ബോധത്തെ കൃഷ്ണനിലേക്കാക്കുമ്പോൾ വിഷയാസക്തി തനിയെ ഒഴിഞ്ഞു പോകും. ഭൗതിക ദേഹം ഒരനാവശ്യ വസ്തുവാണ്. ജീവന് ശരീരത്തിന്റെ ആജ്ഞകൾ അനുസരിക്കേണ്ടതില്ല. ശരീരസ്ഥങ്ങളായ ഭൗതിക ഗുണങ്ങൾ പ്രവർത്തിച്ചു കൊള്ളട്ടെ.
ആത്മാവെന്ന നിലയിൽ ജീവൻ അവയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു. എങ്ങനെയാണ് അയാൾ ഒഴിഞ്ഞു നിൽക്കുന്നത്? അയാൾ ശരീരത്തെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ശരീരത്തിൽ നിന്ന് മാറി നിൽക്കാനും ആകാംക്ഷയില്ല. ഇങ്ങനെയുള്ള അതീന്ദ്രിയാവസ്ഥയിൽ ഭക്തന് പൂർണ്ണ സ്വാതന്ത്ര്യം തനിയെ കൈവരുന്നു. ത്രിഗുണങ്ങളുടെ പ്രേരണയ്ക്ക് വഴങ്ങാതിരിക്കാനുള്ള ശ്രമം അയാൾ ചെയ്യേണ്ടതില്ല. അതീന്ദ്രിയാവസ്ഥയിലുള്ള ഒരു വ്യക്തിയുടെ പെരുമാറ്റങ്ങൾ എങ്ങനെയിരിക്കുമെന്നതാണ് അടുത്ത ചോദ്യം. ഭൗതിക മനസ്ഥിതിയുള്ള ഒരാൾക്ക് തന്റെ ശരീരത്തോട് മറ്റുള്ളവർ കാട്ടുന്ന നിന്ദയും ആദരവും ബാധകമാണ്. അതീന്ദ്രിയാവസ്ഥയിലെത്തിയ ആളെ അത്തരം മിഥ്യയായ മാനാപമാനങ്ങൾ സ്പർശിക്കുന്നേയില്ല. അയാൾ കൃഷ്ണാവബോധത്തോടെ സ്വന്തം കടമ നിർവഹിക്കുന്നു. മറ്റുള്ളവർ തന്നെ മാനിക്കുന്നുവോ നിന്ദിക്കുന്നുവോ എന്ന് ശ്രദ്ധിക്കാറില്ല. കൃഷ്ണാവബോധഭരിതമായ തന്റെ കർത്തവ്യത്തിന് അനുയോജ്യമായവയെ അയാൾ കൈക്കൊള്ളും. ഭൗതികമായ എന്തും, കൽക്കഷ്ണമാകട്ടെ കനകമാകട്ടെ, അയാൾ ആവശ്യപ്പെടുകയില്ല. തന്റെ കൃഷ്ണാബോധപരമായ കൃത്യനിർവഹണത്തിന് സഹായിക്കുന്ന ഏതൊരാളെയും പ്രിയ സുഹൃത്തായി അയാൾ കരുതുന്നു. തന്നോട് ശത്രുത കരുതുന്നവനെ വെറുക്കുകയുമില്ല. സമചിത്തനാണ് അയാൾ. ഭൗതികാസ്തിത്വത്തോട് ബദ്ധനല്ല താനെന്നറിയുന്നത് കൊണ്ട് സമദർശിയുമാണ്. സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങൾ അയാളെ ബാധിക്കുകയില്ല. ക്ഷണികങ്ങളായ അസ്വാസ്ഥ്യങ്ങളുടെയും വിപ്ലവങ്ങളുടെയും സ്ഥിതി അയാൾക്കറിയാം. സ്വന്തം കാര്യത്തിനായി അയാൾ പ്രയത്നിക്കുന്നില്ല. കൃഷ്ണന് വേണ്ടിയുള്ള ഏത് ഉദ്യമത്തിലും അയാൾ ഏർപ്പെടും. എന്നാൽ തനിക്ക് വേണ്ടിയുള്ള ഒരു ഉദ്യമത്തിലും ഏർപ്പെടുകയില്ല. ഇങ്ങനെ പെരുമാറുന്നവരത്രേ ശരിക്കും അതീന്ദ്രിയാവസ്ഥ പോകുന്നത്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇതേപോലെ എത്ര പ്രാവശ്യം ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്? ഇതേപോലെ സിമിലർ ആയിട്ടുള്ള ശ്ലോകങ്ങൾ കണ്ടിട്ടുണ്ടോ? ഭഗവാൻ പറയുന്നുണ്ട് ഭക്തരിൽ വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്. അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. ഗുണാതീതൻ, അല്ലെങ്കിൽ സ്ഥിതപ്രജ്ഞൻ, അല്ലെങ്കിൽ നല്ല ശുദ്ധഭക്തൻ, ഭഗവാന്റെ പ്രിയപ്പെട്ടവർ, ഇവർക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ട ഗുണങ്ങൾ. പിന്നെ ഇവിടെ നമ്മൾ കണ്ടു 14-ാമത്തെ അധ്യായത്തിലെ ഈ ശ്ലോകങ്ങൾ നമ്മൾ കണ്ടു. ഇതേപോലെ 12-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവച്ച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി സന്തുഷ്ട സതതം യോഗി യയാത്മാ ദൃഢനിശ്ചയ മയർപ്പിത മനോബുദ്ധിർ യോ മദ്ഭക്ത സമേ പ്രിയ. അവിടെ നിർത്തുന്നില്ല ഭഗവാൻ. അഷ്ടകങ്ങൾ 8 ശ്ലോകങ്ങളാണ് പറയുന്നത്. യസ്മാൻ നോദ്വിജതേ ലോകോ ലോകാൻ നോദ്വിജതേ ചയ ഹർഷാമർഷഭയോദ്വേഗൈർ മുക്തോ യാസ ച മേ പ്രിയ അനപേക്ഷാ ശുചിർദക്ഷ ഉദാസീനോ ഗതാപ്യതഃ സർവാരംഭ പരിത്യാഗി യോ മദ്ഭക്ത സമേ പ്രിയ യോ ന ഹൃഷ്യതി ന ദ്വേഷ്ടി ന ശോചതി ന കാംക്ഷതി ശുഭാശുഭാ പരിത്യാഗി ഭക്തിമാൻ യാസ മേ പ്രിയ സമാശത്രോ ച മിത്രേ ച തഥാ മാനാപമാനയോ. നോക്കൂ, ഒരേപോലത്തെ അർത്ഥമാണ് ഇവിടെ വരുന്നത്. സമാശത്രു ച മിത്രേ ച തഥാ മാനാപമാനയോ ശീതോഷ്ണ സുഖദുഃഖേഷു സമസംഗവിവർജിതഃ തുല്യനിന്ദാസ്തുതിർമൗനി സന്തുഷ്ട യേന കേനചിത് അനികേത സ്ഥിരമതിർഭക്തിമാൻ മേ പ്രിയോ നരഃ യേ തു ധർമാമൃതം ഇദം യഥോക്തം പര്യുപാസത്തെ ശ്രദ്ധധാനാം മത്പരമാ ഭക്താസ്തേ അതീവ മേ പ്രിയഃ. ഭഗവാൻ 12-ാമത്തെ അധ്യായത്തിൽ പറയുന്നു. ഇനി 13-ാമത്തെ അധ്യായത്തിൽ അവിടെയും ഭഗവാൻ പറയുന്നുണ്ട് എൻ്റെ ഭക്തരുടെ ക്വാളിറ്റീസിനെ കുറിച്ച്. അവിടെ 13-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ ശ്ലോകം മുതൽ അദ്ദേഹം പറയുന്നു. അമാനിത്വം അദംഭിത്വം അഹിംസ ക്ഷാന്തിരാർജവം ആചാര്യോപാസനം ശൗചം സ്ഥൈര്യം ആത്മവിനിർഗ്രഹ ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം അനഹങ്കാര ഏവച ജന്മമൃത്യുജരാ വ്യാധി ദുഃഖദോഷാനുദർശനം അസക്തേർ അനഭിഷ്വാംഗ പുത്രധാരാഗൃഹാദിഷു നിത്യം ചാസമചിത്തത്വം ഇഷ്ടാനിഷ്ടോപപത്തിഷു മയി ചാനന്യയോഗേന ഭക്തിർ അവ്യാഭിചാരിണി വിവിക്തദേശസേവിത്വം അരതിർജനസംശതി അധ്യാത്മജ്ഞാനനിത്യത്വം
തത്വജ്ഞാനാർത്ഥ ദർശനം ഏതജ്ഞാനം ഇതി പ്രോക്തം അജ്ഞാനം യദ് അതോ ന്യത. ഇവിടെയെല്ലാം ഭഗവാൻ പറയുന്നത് എന്താണ്? ഭഗവാന്റെ ഭക്തർക്ക് ഉണ്ടാവേണ്ട ക്വാളിറ്റീസിനെ കുറിച്ച്. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നു എല്ലാത്തിനും സിമിലാരിറ്റി ഉണ്ട്. കുറേ കാര്യങ്ങൾ സിമിലറാണ് അല്ലേ? അപ്പോൾ ഇതാണ് അദ്ദേഹം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ഈ ഒരു ക്വാളിഫിക്കേഷൻസ്. ഇപ്പോൾ സ്ഥിതപ്രജ്ഞനാവട്ടെ, ഗുണാതീതനാവട്ടെ, ഇവരെല്ലാവരും, അല്ലെങ്കിൽ ഭക്തനാവട്ടെ, ഭക്തരിൽ ഭഗവാൻ കാണേണ്ട അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ അവരുടെ സ്വഭാവം, അവരിൽ കാണുന്ന ഗുണങ്ങൾ ഇതൊക്കെയാണ്. ഇവിടെ പറയുന്നു ഗുണാതീതനെക്കുറിച്ച്. ആദ്യം ഗുണാതീതൻ്റെ ലക്ഷണങ്ങൾ എന്താണ് ഇവിടെ പറയുന്നത്? ഈ ശ്ലോകത്തിൽ 22ാമത്തെ ശ്ലോകത്തിൽ പ്രകാശം ച പ്രവൃത്തിം ച മോഹം ഏവ ച പാണ്ഡവ ന ദ്വേഷ്ടി സംപ്രവൃത്താനി ന നിവൃത്താനി കാംക്ഷതി. അതായത് അറിവ് എന്ന് പറയുന്നത് എന്താണ്? വെളിച്ചമാണ് അല്ലേ? ഇവിടെ പറയുന്നത് എന്താണ്? പ്രകാശം ച പ്രവൃത്തിം ച. അതായത് അറിവ് അല്ലെങ്കിൽ നോളജ്, അതിനെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഗുണാതീതർ. അതേപോലെ അറ്റാച്ച്മെൻറ്റ്, ദ്വേഷ്ടി, അതേപോലെ തന്നെ മോഹം എന്നൊക്കെ പറയുന്നത് എന്താണ്? ഇതെല്ലാം അറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ? ഭൗതിക തലത്തിലുള്ള പല അറ്റാച്ച്മെൻറ്റ്സും. പിന്നെ മോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിയെ തെറ്റായിട്ട് ധരിക്കുന്ന അവസ്ഥ. അപ്പോൾ ഇതിനെയെല്ലാം അവർ സമചിത്തതയോടുകൂടി കാണുന്നു. അതായത് ഒന്നിനോടും കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഇല്ല. എന്നാൽ ഈ പറയുന്ന കൺഫ്യൂഷൻ എന്ന് പറയുന്നത്, ശരിയും തെറ്റും തിരിച്ചറിയുന്നു അവർ. അപ്പോൾ ഇതിനെക്കുറിച്ച്, അതേപോലെ തന്നെ അതേപോലെ അറിവും അറിവില്ലായ്മയും തമ്മിലുള്ള അതെല്ലാം അവർ, അതായത് ചുരുക്കം പറയുകയാണെങ്കിൽ എല്ലാത്തിനെയും ഒരു സമചിത്ത ഭാവത്തോടു കൂടി കാണുന്നു. അതാണ് പറയുന്നത്. ദ്വേഷ്ടി, ന ദ്വേഷ്ടി എന്ന് പറയും. ദ്വേഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വെറുക്കുക എന്നുള്ളത്. ന ദ്വേഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും വെറുക്കാത്ത അവസ്ഥയാണ് പറയുന്നത്. ആരെയും വെറുക്കാതിരിക്കുക, അല്ലെങ്കിൽ ആ അവസ്ഥകൾ, പല അവസ്ഥകളും നമുക്ക് ദേഷ്യം വരുന്നതും സന്തോഷം വരുന്നതുമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട് അല്ലേ? എന്നാൽ അതിലൊന്നും അവർക്ക് അതല്ലെങ്കിൽ അതിനെല്ലാത്തിനെയും തുല്യമായിട്ട് കാണുന്നൊരു ഭാവമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഭഗവാൻ കൂടുതൽ പറയുന്നു ഗുണാതീതനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഗുണാതീതൻ്റെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. ഉദാസീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ന്യൂട്രലായിരിക്കുന്ന അവസ്ഥ. അതായത് ഈ ഗുണേർ യോന വിചാല്യതേ, ഉദാസീന, അതേപോലെ ഗുണേർ യോന വിചാല്യതേ എന്ന് പറയുമ്പോൾ, അതായത് ഈ ത്രിഗുണങ്ങളുടെ പ്രഭാവം കൊണ്ട്, അല്ലെങ്കിൽ അതിൽ പല റിയാക്ഷൻസും നടക്കുന്നുണ്ട്. എന്നാൽ അതിലൊന്നും ഡിസ്റ്റർബ് ആവാത്ത അവസ്ഥ. ഓക്കെ, ഗുണങ്ങൾ കാരണം പലതും നടക്കുന്നു. എന്നാൽ അതിലൊന്നും അവർ ഇങ്ങനെ ഗുണാതീതരായിട്ടുള്ളവർ, അവർക്ക് പ്രത്യേകിച്ച് അവർക്ക് ഭാവങ്ങളൊന്നുമില്ല. അതിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിലും അവർ ഡിസ്റ്റർബ്ഡ് ആവുന്നില്ല. എല്ലാത്തിനെയും വളരെ ന്യൂട്രലായിട്ട് കാണുന്നു. ഇത് ഗുണാതീതൻ്റെ ലക്ഷണമാണ്. ഈ ഒരു കാര്യം, ഈ ന്യൂട്രൽ ആവുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ സമചിത്ത ഭാവം എന്ന് പറയുന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ ഭഗവാൻ പറയുന്നുണ്ട് അല്ലേ? ഇതിപ്പോൾ ആദ്യമായിട്ട് ഇവിടെ പറയുന്നതല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ ആക്ച്വലി വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഭഗവാൻ പറയുന്നു. ഈ ഒരു ഭാവം ശരിക്കും പറയുകയാണെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ്. അതായത് സുഖത്തെയും ദുഃഖത്തെയും ഒരേപോലെ കാണുന്നു. അതേപോലെ ആ സമദർശനം എന്ന് പറയുന്നത്, അതേപോലെ തന്നെ ചൂടും തണുപ്പും വ്യത്യാസമില്ലാതെ, അതായത് ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും കംപ്ലൈൻ്റ് ഇല്ല. ദോഷം അല്ലെങ്കിൽ സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും, സന്തോഷമാണെങ്കിൽ ആരും കംപ്ലൈൻറ്റ് ചെയ്യില്ല, ദുഃഖം വരുമ്പോഴാണ് കംപ്ലൈൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെങ്കിലും എല്ലാത്തിനെയും ഒരേപോലെ കാണുക എന്ന് പറയുന്നത് ഇത് പല സ്ഥലങ്ങളിൽ ഭഗവാൻ പറയുന്നുണ്ട്. എന്തുകൊണ്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നു? കാര്യം അതിൻ്റെ പ്രാധാന്യം കൂടുതലുള്ളതുകൊണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഡിവോട്ടീസിന്, ഭക്തർക്ക്
ഭക്തിയുത സേവനങ്ങളിൽ നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു കാഴ്ചപ്പാടാണ് നമ്മളിൽ ആദ്യം വരേണ്ടത് ആക്ച്വലി. ഇപ്പം നമ്മൾക്ക് പ്രോഗ്രസ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ, സുഖ ദുഃഖങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിനെ സമചിത്ത ഭാവത്തിലാണോ കാണുന്നത്, അതോ ഇപ്പോഴും ദുഃഖങ്ങൾ എന്നെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ, അതോ സുഖങ്ങൾ വരുമ്പോൾ ഞാൻ ഓവറായിട്ട് സന്തോഷം തോന്നി അതിൽ എന്താ പറയുക, നമ്മൾ ബാക്കിയെല്ലാം മറന്ന് സന്തോഷത്തിൽ മതിമറന്ന് നമ്മളിരിക്കുന്ന അവസ്ഥയാണോ, അല്ലേ? ഇതെല്ലാം സമദുഃഖ സുഖ ആണോ എന്നുള്ളതൊക്കെ നമ്മൾ വിലയിരുത്തേണ്ടതാണ് സ്വയം. ഭക്തിയിൽ നമുക്ക് പ്രോഗ്രസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി തരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ. തൃണാദപി ശുനീചേന തരോറപി സഹിഷ്ണുന അമാനീന മാനദേന, അല്ലെ? അവിടെയും പറയും സഹിഷ്ണുതയെക്കുറിച്ച് പറയുന്നു. സഹിഷ്ണുത എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഭക്തി മാർഗത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു ശാസ്ത്രങ്ങളും ഗുരുജനങ്ങളും നമുക്ക് ടോളറൻസ് വേണം എന്നുള്ളത്. നമുക്ക് ആർക്കും ഇല്ലാത്തത് അതാണ്. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ദേഷ്യപ്പെടുകയിൽ മാത്രമല്ല, ടോളറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിഷ്ണുത എല്ലാ മേഖലയിലും ഉണ്ട്. സുഖങ്ങൾ വരുമ്പോഴും അതിനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റണം. അതായത് അതെങ്ങനെയാണ് ടോളറേറ്റ് ചെയ്യേണ്ടത്, സുഖത്തെ എങ്ങനെ നമുക്ക് ടോളറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സഹിഷ്ണുത തോന്നണം, സഹിഷ്ണുതയോടുകൂടി നേരിടണമെന്ന് പറയുന്നു. അതായത് സുഖങ്ങൾ വരുന്ന സമയത്ത് കൂടുതൽ സന്തോഷിക്കാതിരിക്കുക, അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ ബാക്കിയെല്ലാം മറന്ന് ആ സന്തോഷത്തിൻ്റെ പുറകിൽ, ആ കാര്യത്തിൻ്റെ പുറകിൽ പോകുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ദുഃഖങ്ങൾ വരുമ്പോൾ നമ്മൾ പലതും ചിന്തിക്കുന്നു, സുഖങ്ങൾ വരുമ്പോൾ പലതും മറക്കുന്നു. നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ മറക്കുന്നു, ഭഗവാനെയും മറക്കുന്നു, അല്ലേ? അപ്പോൾ ആ ഒരു അവസ്ഥ നല്ലൊരു അവസ്ഥയല്ല. അതുകൊണ്ട് ഭക്തിയിൽ നമ്മുടെ ആചാര്യന്മാർ പറയുന്നു, ഭക്തിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നതിൻ്റെ, നല്ല രീതിയിൽ പോകുന്നതിൻ്റെ ലക്ഷണമാണ് ഈ സമചിത്ത ഭാവം വരിക എന്ന് പറയുന്നത്, ഉദാസീന ഭാവം വരിക എന്നുള്ളത്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഭഗവാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റായിട്ട് പറയുന്നത്. ഒരേ കാര്യം തന്നെ എത്ര അധ്യായങ്ങളിൽ പറയുന്നുണ്ട് ഇതേ കാര്യം തന്നെ. ഇനി ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു ഉദാസീന ഗുണേർ യോന വിചാല്യതേ, രണ്ടും പറഞ്ഞു. സമദുഃഖ സുഖ ഓൾറെഡി നമ്മളതിനെക്കുറിച്ച് പറഞ്ഞു. പിന്നെന്താണ് അദ്ദേഹം പറഞ്ഞത്? സ്വസ്ഥ. അതായത് നമ്മുടെ ആത്മീയ തലത്തിൽ നമ്മൾ പൂർണ്ണമായിട്ടും ആ ഒരു ദൃഢതയോടുകൂടി ഇരിക്കുന്ന അവസ്ഥ. അതേപോലെ പിന്നെ പറയുന്നതാണ് മനോഹരം, സമലോഷ്ടാശ്മ കാഞ്ചന. അതായത് മണ്ണും കല്ലും സ്വർണവും ഒരേപോലെ കാണുന്നു, എല്ലാത്തിനും ഒരേ സമഭാവത്തിൽ കാണുന്നു. സമലോഷ്ടാശ്മ കാഞ്ചന. പിന്നെന്ത് പറയുന്നു? തുല്യ പ്രിയാപ്രിയോ, പ്രിയ അപ്രിയോ, പ്രിയമായിട്ടുള്ളത് അപ്രിയമായിട്ടുള്ളത്, അല്ലേ? അതിനെയെല്ലാം ഒരേപോലെ കാണുന്നു. അതല്ലാതെ പ്രത്യേകിച്ച് പ്രിയമായിട്ടുള്ളതിനോട് പ്രത്യേകിച്ച് ഒന്നുമില്ല, അപ്രിയമായിട്ടുള്ളതിനോട് പ്രത്യേകിച്ച് നമുക്ക് ഒരു ദ്വേഷ്ടി അല്ലെങ്കിൽ ഒരു വിദ്വേഷമോ ദേഷ്യമോ തോന്നുന്നില്ല. പ്രിയമായിട്ടുള്ളതിനോട് കൂടുതൽ ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ല, എല്ലാത്തിനെയും ഒരേപോലെ കാണുന്നു. പിന്നെന്ത് പറയുന്നു? ധീര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ സ്റ്റഡി ആയിട്ടുള്ള ആ ഒരവസ്ഥ. പിന്നെ ഭഗവാൻ പറയുന്നു, വീണ്ടും സമഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? തുല്യ നിന്ദാത്മ സംസ്തുതി. ആരെങ്കിലും നമ്മളെ നിന്ദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ സ്തുതിക്കുകയാണെങ്കിൽ തുല്യഭാവമായിരിക്കണം എന്നുള്ളത്. സ്തുതിച്ചോട്ടെ, ഓക്കെ, അത് വൈഷ്ണവരെ സ്തുതിക്കും. അത് ആക്ച്വലി ഒരു സ്തുതിക്കുന്നത് എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ വരിഷ്ഠരായിട്ടുള്ള ഭക്തരെ സ്തുതിക്കുന്നത് നമ്മുടെ പ്യൂരിഫിക്കേഷൻ നല്ലതാണ് തീർച്ചയായിട്ടും. അതുകൊണ്ട് അവർക്ക് അവരുടെ മിഥ്യാഹങ്കാരം കൂടുകയില്ല. ശുദ്ധ ഭക്തരുടെ കാര്യം അവർ പൂർണ്ണമായിട്ടും ഭഗവാനെ ശരണം പ്രാപിച്ചിട്ടുള്ളവരാണ്. എന്നാൽ ശുദ്ധഭക്തരല്ലാത്തവർ, സാധാരണ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് സ്തുതികൾ കേൾക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ മിഥ്യാഹങ്കാരമാണ് കൂടുന്നത്. അത് കേൾക്കുമ്പോൾ അമൃതായിട്ട് തോന്നും, എന്നാൽ അത് നമ്മുടെ മിഥ്യാഹങ്കാരത്തിൽ
നെയ്യ് ഒഴിക്കുന്ന പോലെയാണ്, മിഥ്യാഹങ്കാരമാവുന്ന അഗ്നിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് പോലെയാണ്. അത് ആ മിഥ്യാഹങ്കാരം കൂടും നമ്മളറിയാതെ. അപ്പോൾ അമൃത് പോലെ നമ്മുടെ അകത്തോട്ട് കയറുന്നു, പക്ഷേ അത് പിന്നീട് വിഷമായി മാറുന്നു. ആർക്കാണ് അതിൻ്റെ കുഴപ്പം വരുന്നത്? ആ വ്യക്തിക്ക്. അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, സ്തുതി വരുമ്പോൾ ഭഗവാന് സമർപ്പിക്കുക, ഗുരുജനങ്ങൾക്ക് സമർപ്പിക്കുക ഉടനെ തന്നെ. നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അക്സെപ്റ്റ് ചെയ്യുക എന്നാൽ ഉടനെ തന്നെ അതിനെ റീഡയറക്റ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്വീകരിക്കാതിരിക്കുക. അതായത് ചിലപ്പോൾ സംഭവിക്കും, ആരെങ്കിലും നമ്മൾ എന്തെങ്കിലും നല്ല സർവീസസ് ചെയ്തതിന് ശേഷം സ്തുതിക്കും. അപ്പോൾ സ്തുതിക്കുന്ന സമയത്ത് അല്ല അങ്ങനെയല്ല അങ്ങനെയല്ല അങ്ങനെ പറഞ്ഞ് അവർ പറയുന്നതിനെ ബ്ലോക്ക് ചെയ്യുന്നത് നല്ല സ്വഭാവമല്ല. അത് ചെയ്യുന്നത് ഒരു വൈഷ്ണവരുടെ ലക്ഷണമല്ല. വൈഷ്ണവരത് സമാധാനത്തോടുകൂടി കേൾക്കുന്നു. കേട്ടതിന് ശേഷവും കേൾക്കുമ്പോഴും അവർ ചിന്തിക്കുന്നത് എന്താണ്? ഈ സ്തുതിയെല്ലാം ഭഗവാനും എൻ്റെ ഗുരുവിനുള്ളതാണ്, അല്ലാതെ എനിക്കുള്ളതല്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ അത് അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയായിരിക്കണം. അപ്പോൾ അതാണ് ചെയ്യേണ്ട ശരിയായിട്ടുള്ള രീതി. ഇനി നിന്ദിക്കുമ്പോഴോ സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കുക. നിന്ദ ആക്ച്വലി സ്തുതിയേക്കാൾ നല്ലത് നിന്ദയാണെന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത്. കാര്യം ആരെങ്കിലും നിന്ദിക്കുമ്പോൾ, ക്രിട്ടിസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി വിനയം നമ്മളിൽ വരും. അത് പക്ഷേ സഹിഷ്ണുതയോടുകൂടി അത് കേൾക്കാനുള്ള സന്മനസ് വേണം നമുക്ക്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആരെങ്കിലും നമ്മളെ നിന്ദിക്കുന്ന സമയത്ത് നമുക്കത് കേട്ട് നിൽക്കാനുള്ള സമാധാനമില്ല. അപ്പോഴേക്കും ചോര തിളയ്ക്കുന്നു, റിയാക്ട് ചെയ്യുന്നു, അല്ലേ? ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങോട്ട് പറയാനുള്ള എല്ലാവിധ ആയുധങ്ങളും നമ്മുടെ കയ്യിലുണ്ടാവും. ആ ആയുധങ്ങൾ ഉപയോഗിച്ച് തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. ഇത് ഭക്തരുടെ ലക്ഷണമല്ല. നമ്മളെ നിന്ദിച്ചോട്ടെ, ഭഗവാനെ നിന്ദിക്കുന്നതും ഭഗവാന്റെ ശുദ്ധഭക്തരെ നിന്ദിക്കുന്നതും കണ്ടുകൊണ്ട് നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നമ്മൾ നിന്ദിക്കപ്പെടുവാണെങ്കിൽ, അത് ശരിക്കും പറയുകയാണെങ്കിൽ ഭക്തർ പറയുന്നു സഹിക്കുന്നതാണ് നല്ലത്. കാര്യം അങ്ങനെ ഒരു നിന്ദ കേൾക്കാനുള്ള ഒരു കർമ്മം നമുക്കുണ്ടായിരുന്നു, ഉള്ളത് കൊണ്ടാണ് അത് വരുന്നത്. അത് നിമിത്തമായിട്ട് ഭഗവാന്റെ, അതായത് ആ ഒരു പറയുന്ന വ്യക്തി ഒരു നിമിത്തം മാത്രമാണ്. അവരിലൂടെ നമുക്ക് ആ കർമ്മം വരുന്നു, അത്രയേ ഉള്ളൂ. ആ വ്യക്തിക്ക് നമ്മുടെ കർമ്മമായിട്ടൊരു ബന്ധമില്ല, ആ വ്യക്തിക്ക് ഈ ഒരു കാര്യത്തിലും ബന്ധമില്ല. കാര്യം എന്താണ്? അദ്ദേഹം ആ വരുന്ന വ്യക്തി, ഇടയിൽ വരുന്ന ഒരു വ്യക്തി നിമിത്തം മാത്രമാണ്. അതിൻ്റെ പുറകിൽ നമ്മൾ തന്നെ ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ ഫലമാണ്. തത്തേനു കമ്പം സുസമീക്ഷമാണോ ഭുഞ്ചാന ഏവാത്മകൃതം വിഭാഗം. നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങളുടെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അത് ഉറപ്പാണ്. അതിന് ഇടയിൽ ആളുകൾ മാറിക്കൊണ്ടിരിക്കും, പല ആളുകളും വരും. അപ്പോഴാണ് നമ്മൾ അവരെ ശത്രുവായിട്ടും മിത്രമായിട്ടും കാണുന്നത്. ആക്ച്വലി ആരും ശത്രുക്കളുമില്ല, മിത്രങ്ങളുമില്ല. അതായത് എല്ലാവരും ഭഗവാന്റെ അംശമാണ്, നമ്മളെല്ലാവരും ഭഗവാന്റെ മക്കളാണ്. ആ ഒരു ഭാവമാണ് വേണ്ടത്. അല്ലാതെ ഈ വ്യക്തി ശത്രുവാണ്, ഈ വ്യക്തി മിത്രമാണ്, സമഭാവം. അതാണ് ഇവിടെ പറയുന്നത്, വീണ്ടും വീണ്ടും ഭഗവാൻ എടുത്ത് പറയുന്നത്. അപ്പോൾ ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരെയും വിനയ സമ്പന്നെ ബ്രാഹ്മണേ ഗവി ഹസ്തിനി ശുനി ചേവ സ്വപാക്കേച്ച പണ്ഡിത സമദർശന, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത്? പുലിയും സിംഹവും ഒക്കെ മൃഗങ്ങൾ, അവരെ സമചിത്ത ഭാവത്തിൽ കണ്ട് നമ്മൾ അവരുടെ അടുത്ത് പോയിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയല്ല അവരെ പോയി കെട്ടിപ്പിടിക്കുന്നു, അതല്ല പറയുന്നത്. അതേപോലെ ശത്രുക്കളല്ല ഇപ്പോൾ, അതായത് മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന, അതായത് നിയമങ്ങൾ തെറ്റിക്കുന്ന വ്യക്തികൾ, അങ്ങനെ പല ആളുകളെയും നമ്മൾ കാണാം. അവരുമായിട്ട് നമുക്ക് സമ്പർക്കം വേണമെന്നാണോ പറയുന്നത്? തുല്യമായിട്ട് അവരെ കാണുന്നു, ഓക്കെ, തുല്യഭാവത്തോടു കൂടി സമഭാവത്തോടു കൂടി കാണുക എന്ന് പറയുന്നത് ശരി. എന്നാൽ അതിൻ്റെ അർത്ഥം നമ്മൾ അവരെ എങ്ങനെയാണ് അവരായിട്ട് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ഒരുപക്ഷെ മനസ്സിൽ വരാം. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ശരി, ഓക്കെ, അവർ അങ്ങനെ ചെയ്യുന്നുണ്ടാവും, എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടാവുന്നുണ്ടാവും, സാരമില്ല. നമ്മൾ അവരിൽ കുറ്റങ്ങൾ കാണേണ്ട ആവശ്യമില്ല. അവരെ കറക്റ്റ് ചെയ്യാൻ ഭഗവാനുണ്ട്, ഗുരുജനങ്ങളുണ്ട്, വേറെ വരിഷ്ഠരായിട്ടുള്ളവരൊക്കെ അവരുടെ ജീവിതത്തിൽ കടന്നു വരും. നമുക്ക് എന്തെങ്കിലും ചെറിയ രീതിയിൽ സഹായിക്കാൻ അവരെ സാധിക്കുമെന്നുണ്ടെങ്കിൽ പറഞ്ഞു നോക്കാം, അല്ലെങ്കിൽ അതിനു വേണ്ട അവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം.
എന്നാൽ അതിനപ്പുറത്താണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്നാൽ അവരുമായിട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഓക്കെ, റെസ്പെക്റ്റബിൾ ആയിട്ടുള്ളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം. എന്നാൽ അതിൻ്റെ അർത്ഥം അവരിൽ കുറ്റങ്ങൾ കണ്ടെത്തണമെന്നില്ല. കുറ്റങ്ങൾ കണ്ടിട്ടല്ല ചെയ്യുന്നത്. നമ്മുടെ സാധനയെ, നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ചില പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആവുമ്പോൾ നമ്മളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നു. അത് തെറ്റല്ല. അത് ശാസ്ത്രങ്ങളിലും ഗുരുജനങ്ങളും പറയുന്നുണ്ട് അങ്ങനെ വേണമെന്നുള്ളത്, അല്ലേ? എന്താ പറയുന്നത്? ശ്രീല രൂപ ഗോസ്വാമിയും പറയുന്നുണ്ട്, സംഘം നല്ല സംഘമായിരിക്കണം, അസത്സംഗം പാടില്ല, അല്ലേ? ഭഗവാനെക്കുറിച്ചും ഭഗവാന്റെ ഭക്തരെയും ക്രിട്ടിസൈസ് ചെയ്യുന്ന സ്ഥലങ്ങൾ, നിന്ദിക്കുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ വ്യക്തികൾ, അവരുമായിട്ട് സമ്പർക്കം പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്യണം. സമ്പർക്കം പാടില്ല, അല്ലെങ്കിൽ നമ്മൾ അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ അർത്ഥം അവരെ നമ്മൾ നിന്ദിക്കുന്നില്ല. ഓ, അവരങ്ങനെയാണ്, അവരിങ്ങനെയാണ്, അവരെ നമ്മളങ്ങനെ മോശമായിട്ട് കാണാൻ പാടില്ല. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അവർ അതിലൂടെ കടന്നു പോകുന്നു. ഞാനും ഇതേപോലുള്ള സാഹചര്യങ്ങളിലൂടെ ഒരുപാട് കടന്നു പോയിട്ടുണ്ട്, ഈ ജന്മത്തിലോ ഇതിനു മുമ്പുള്ള ജന്മങ്ങളിലോ. അതുകൊണ്ട് അവരെക്കാൾ കേമനല്ല ഞാൻ. ഇന്ന് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു, ഭഗവാന്റെയും ഗുരുജനങ്ങളുടെയും കാരുണ്യം കൊണ്ട് അവർ ഇന്ന് ഇങ്ങനെ ഇരിക്കുന്നു. അവർക്കും ഇതേപോലൊരു ദിവസം വരും, അല്ലെങ്കിൽ നമ്മളെക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ അവർ മുന്നോട്ട് പോകുന്നു. താൽക്കാലികമായിട്ടുള്ളൊരവസ്ഥയാണ് എന്ന് ആ ഒരു ഭാവത്തോടുകൂടി മനസ്സിലാക്കിക്കൊണ്ട്, അതിൻ്റെ അർത്ഥം അങ്ങനെ കണ്ട് നമ്മൾ ഉത്തമാധികാരികളാവാത്തത് കൊണ്ട്, ഉത്തമാധികാരികൾക്കാണെങ്കിൽ എല്ലാവരെയും ഒരേപോലെ കാണാം, അവരുമായിട്ട് ഒരേപോലെ ഇൻട്രാക്ട് ചെയ്യാം, ഒരേപോലെ അസോസിയേറ്റ് ചെയ്യാം, അവർക്കൊന്നും സംഭവിക്കില്ല. കാര്യം അവർ പൂർണ്ണമായിട്ടും അതീന്ദ്രിയ തലത്തിലുള്ള ഉത്തമാധികാരികൾ എന്ന് പറഞ്ഞാൽ അവരെ ഒന്നും എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല ലോകത്ത്. അവരെത്ര അഭക്തരുമായിട്ട് അവർ ഡീൽ ചെയ്താലും അസോസിയേറ്റ് ചെയ്താലും അവർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നേരെ മറിച്ച് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് അവരുമായിട്ടുള്ള സംഘത്തിലൂടെ ഒരുപക്ഷെ നമുക്ക് ദോഷങ്ങൾ സംഭവിക്കാം. അത് നമ്മൾ ശ്രദ്ധിക്കണം. അതിൻ്റെ അർത്ഥം അവരെ ദേഷ്യത്തോട് കാണുമോ, അല്ലെങ്കിൽ അവർ മോശക്കാരാണെന്ന് പറഞ്ഞ് കാണുമോ എന്നുള്ളതല്ല. ഇത് നമ്മൾ ഓർക്കണം. അപ്പോൾ ഈ ഒരു സമഭാവം എന്ന് ഉദ്ദേശിക്കുന്നത് പുറകിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ ഈ ഒരു രീതിയിൽ നമ്മൾ ഉയരുമ്പോഴാണ് ഭഗവാൻ ശരിക്കും നമ്മളെ ഇഷ്ടപ്പെടുന്നത്. അതാണ് 12ാമത്തെ ചാപ്റ്ററിൽ അദ്ദേഹം പറയുന്ന 8 ശ്ലോകങ്ങളിൽ പറയുന്നത്, എങ്ങനെയുള്ള ഭക്തരെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത്. ഈ സ്വഭാവങ്ങളൊക്കെ ഉള്ളവർ, ഈ ഗുണങ്ങളൊക്കെ ഉള്ള ഭക്തരെയാണ് ഭഗവാൻ ഇഷ്ടപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു തുല്യ പ്രിയ അപ്രിയോ തുല്യ നിന്ദാത്മ സംസ്തുതി. പിന്നെ എന്താണ് പറയുന്നത്? മാനാപമാനയോസ് തുല്യാസ്. വീണ്ടും പറയുന്നു മാനം അപമാനം, 2 സിറ്റുവേഷനിലും തുല്യ. പിന്നെന്താ പറയുന്നത്? തുല്യോ മിത്രാരി പക്ഷയോ. മിത്രം, സുഹൃത്തുക്കളും ശത്രുക്കളും എന്ന് പറയുന്ന ഇല്ലാതെ എല്ലാവരും ഭഗവാന്റെ അംശമാണ്, എല്ലാവരും ഭഗവാന്റെ അംശമാണ്, എല്ലാവരും സച്ചിദാനന്ദമാണ് എന്നുള്ള ഒരു ഭാവത്തോടു കൂടി കാണണം. പിന്നെന്താണ്? സർവാരംഭ പരിത്യാഗി. ഭൗതിക തലത്തിലുള്ള എല്ലാ കാര്യങ്ങളും പരിത്യാഗി, അവസാനിപ്പിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അതിൽ നിന്ന് വിരക്തി നേടിയിട്ടുള്ളവർ, അങ്ങനെയുള്ളവരാണ്. അങ്ങനെയായിരിക്കും ഗുണാതീതർ എന്നാണ് പറയുന്നത് ഈ ശ്ലോകങ്ങളിലായിട്ട്. ഓക്കെ, പിന്നീട് പറയുന്നു, പിന്നെ 25 ശ്ലോകം വരെയായി. ഇനി 26-ൽ അദ്ദേഹം പറയാൻ പോകുന്നത് ഈ മാർഗത്തെക്കുറിച്ച്. 2 ശ്ലോകം കൂടി ഈ ഒരു അധ്യായത്തിലുള്ളൂ. നോക്കട്ടെ എത്രയുണ്ട് ഭാവാർത്ഥം. കുറച്ചുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ബാക്കിയുള്ള 2 ശ്ലോകങ്ങൾ അടുത്ത ക്ലാസ്സിൽ നോക്കാം. അതിനുശേഷം പിന്നെ 15ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, സോ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർക്കുക. നമ്മളിന്ന് പഠിച്ചത് ഗുണാതീതൻ, അതായത് ആദ്യം നമ്മൾ പറഞ്ഞു ഗുണാതീതരെക്കുറിച്ചുള്ള സെക്ഷനാണ് നമ്മൾ പഠിക്കുന്നത്. എങ്ങനെയാണ് ഈ ത്രിഗുണങ്ങളെ അതിജീവിക്കാൻ പറ്റുന്നത്, മറികടക്കാൻ പറ്റുന്നത്. ഭഗവാൻ പറയുന്നു, മറികടക്കുന്ന ആളുകൾ എൻ്റെ അടുത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞു. ഇനി അതെങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ സംബന്ധിച്ച് അർജുനന് കുറച്ച് ചോദ്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ചോദ്യങ്ങൾ ചോദിച്ചു. എന്തൊക്കെയാണ് ഗുണാതീതരുടെ ലക്ഷണങ്ങൾ, അവരുടെ സ്വഭാവം എങ്ങനെയാണ്, അതേപോലെ തന്നെ ഈ ഗുണങ്ങളെ അതിജീവിക്കാനുള്ള മാർഗം എന്താണ്. അതിനുള്ള ഉത്തരമാണ് 22 മുതൽ 26 വരെ ഭഗവാൻ പറയുന്നത്. നമ്മൾ ഇന്ന് 25 വരെ നോക്കി. അതായത് ഗുണാതീതൻ്റെ ലക്ഷണങ്ങളും ഗുണാതീതൻ്റെ ആ ഒരു സ്വഭാവവും
പെരുമാറ്റവും എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി 26-ൽ എന്ത് മാർഗത്തിലൂടെയാണ് നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നത് എന്നുള്ളത് പറയുന്നു. കൂട്ടത്തിൽ അവസാനം ഭഗവാൻ ഈ ഒരു അധ്യായം കൺക്ലൂഡ് ചെയ്യുന്നു. ഓക്കെ സോ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ശ്രീമദ് ഭഗവത്ഗീത की जय, जगद्गुरु श्रीला प्रभुपाद की जय, समवेद गौर भक्त वृंद की जय, गौर प्रेमानंदे. थैंक यू. हरे कृष्ण.